മൈത്രേയൻ ഇപ്പോഴും ദൂരദർശനിലെ സീരിയലിൽ നിൽക്കുക. കാര്യം പുള്ളി പണ്ട് സീരിയലിൽ നിന്ന് കണ്ടു. അപ്പോൾ നോക്കിയപ്പോൾ കൃഷ്ണൻ വന്ന് ഇങ്ങനെ കയ്യിൽ നിന്ന് പ്രകാശമൊക്കെ വിട്ട് പാഞ്ചാലിക്ക് ഇതൊക്കെ കൊടുക്കുന്ന കണ്ടു. അങ്ങനെ ഒരു ദൈവത്തെയും പുള്ളി കണ്ടിട്ടില്ല. മറ്റേ മലയൊക്കെ ഇങ്ങനെ ചുമന്ന് കൊണ്ട് നടക്കുന്ന കൃഷ്ണനെ ശിവനെയൊക്കെ പുള്ളി കണ്ടത്. അപ്പം പുള്ളി, ഞാൻ പറയുന്നത് മൈത്രേയൻ ബാലരമയൊക്കെ വായിക്കുന്നത് നിർത്തി ഈ മറ്റേ ദൂരദർശൻ കാണൊക്കെ പഴയ ദൂരദർശനിൽ നിന്നൊക്കെ ഇനി പുറത്തേക്ക് ചാടണം, ചാടി ഇപ്പുറത്ത് വരണം. എന്നിട്ട് യഥാർത്ഥ ക്ഷേത്ര സങ്കല്പവും യഥാർത്ഥ ഈശ്വര സങ്കല്പവും എന്താണെന്ന് തിരിച്ചറിയണം. കുറഞ്ഞ പക്ഷം ശബരിമലയിൽ പോകുന്ന ഓരോവനും അവിടെ ചെല്ലുമ്പം കാണുന്ന കാഴ്ച എന്താണെന്നറിയണം. എന്താണ് ഹൈന്ദവ മതം, സനാതന ധർമ്മം ഓരോ ഹിന്ദുവിനോടും ഓരോ ഭാരതീയനോടും പറയുന്നത് എന്താണെന്ന് മൈത്രേയൻ പഠിക്കണം. മൈത്രേയൻ ഇത് പഠിച്ചു കഴിയുമ്പോൾ മൈത്രേയന് മനസ്സിലാവും, താനീ അലഞ്ഞു നടന്ന് ചെന്ന് കയറുമ്പോൾ അവിടെ എഴുതി വെച്ചേക്കുന്നു അത് നീയാകുന്നു. തത്വമസി. 41 ദിവസം വ്രതമെടുത്ത് കാടും മലയും താണ്ടി നീ ആരെ കാണാൻ വേണ്ടിയാണോ ഇവിടെ വന്ന് കയറിയേക്കുന്നത്, ആ ഈശ്വരൻ നീ തന്നെയാണ്. നീ ആരെ അന്വേഷിച്ച് നടന്നോ ആ ഈശ്വരൻ നീ തന്നെയാണ്. നിന്റെ ശരീരത്തിനുള്ളിലാണ് ഈശ്വരനും മനുഷ്യനും ഒക്കെ ഉള്ളത്.